ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ബേക്കറി പലഹാരമായ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ ഇത്രയും ഐറ്റമാണ് വേണ്ടത്. അതിലേക്ക് ഇളം ചൂടുള്ള പാലൊഴിക്കാം. 100 ഗ്രാം അളവിലാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം. ബട്ടർ 2 ടേബിൾ സ്പൂൺ 30 ഗ്രാം അളവിലാണ്. എന്നിട്ട് ഒരു എഗ്ഗും കൂടെ ഇട്ടിട്ട് നല്ല ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 300 ഗ്രാം അളവിലാണ് മൈദ എടുത്തത്. അത് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. 1/2 ടീസ്പൂൺ സോൾട്ട് കൂടെ ചേർക്കാം. എന്നിട്ട് ബാലൻസ് വന്ന മൈദ കൂടെ അതിലേക്ക് ഇടാം. എന്നിട്ട് ഇതേപോലെ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് നീഡ് ചെയ്യണം. 5-6 മിനിറ്റ് സമയമെടുത്ത് നീഡ് ചെയ്യണം. എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ അത് നീഡ് ചെയ്തായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് ബൗളിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ക്ലിംഗ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നു. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനാണ്. കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ ഇങ്ങനെ തൂകിയിട്ട് നമുക്കത് കുറച്ച് കട്ടയായിട്ട് തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കട്ടറുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിത് ഓരോന്നായിട്ട് ട്രേയിൽ ഇങ്ങനെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ നിരത്തി വയ്ക്കാം. എന്നിട്ട് സെൻറ്ററിൽ ചെറിയതായിട്ടൊരു ഹോൾ ഇടണം നോബ് വെച്ചിട്ട്. എന്നിട്ടൊരു 1/2 മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ക്ലിംഗ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ അത് റെഡിയായെന്ന് മനസ്സിലാകും. ഓരോന്നായിട്ട് നമുക്ക് സ്ട്രെയിനറിലോട്ട് മാറ്റാം. നമുക്കിതിന് വേണ്ട കോട്ടിംഗ് റെഡിയാക്കാം. ചോക്ലേറ്റ് 100 ഗ്രാം എടുത്തിട്ട് ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ ബട്ടറും ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് നല്ല മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ഷുഗർലെസ് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് അതിൽ ഷുഗർ ചേർത്തത്. ഇതേപോലെ എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് ഓരോന്നായിട്ട് വയ്ക്കാം. എന്നിട്ട് പോപ്പ് ക്യാൻഡി വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കാം. നല്ല സ്മൂത്തും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഡോണട്ടാണ്. ഈവനിങ് സ്നാക്സ്, ടീ, കോഫി ഇതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.